വെൽക്കം ടു ആൾ. യു ജി സി നെറ്റ് JRF എക്സാമുമായി ബന്ധപ്പെട്ട ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ഒരു ഔട്ട്ലൈൻ തരിക എന്നുള്ളതാണ് ഉദ്ദേശം. നമുക്ക് അറിയാം, യു ജി സി നെറ്റ് എക്സാം നടത്തുന്നത് NTA എന്ന് പറയുന്ന ഏജൻസിയാണ്. യു ജി സി ഏൽപ്പിച്ചിട്ടുള്ള ഏജൻസി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇത് നമുക്ക് ആദ്യം ഇതിന്റെ എന്താണ് ഈ എക്സാം നടത്തുന്നത് നോക്കാം. യു ജി സി നെറ്റ് എക്സാം പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് രണ്ട് ഏരിയ. അസിസ്റ്റന്റ് പ്രൊഫസർ, അതായത് നെറ്റ് എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ. ഒരാൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആവണമെങ്കിൽ നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യണം. അസിസ്റ്റന്റ് പ്രൊഫസർ നെറ്റ് എക്സാം, അതായത് യു ജി സി നെറ്റിന്റെ ഒരു ക്രൈറ്റീരിയ. വേറെ ഒന്ന്, ഒരു 1% ആളുകളെ യു ജി സി സെലക്ട് ചെയ്യുന്നുണ്ട് ഫോർ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. ഈ അടുത്ത് വന്ന മാറ്റം, ഇതിൽ നിന്ന് തന്നെ PhD അഡ്മിഷന് വേണ്ടി ആളുകള് മുമ്പ് നമുക്കുണ്ടായിരുന്നത് ഓരോ യൂണിവേഴ്സിറ്റികളിലും നെറ്റോ JRF ഇല്ലാത്ത ആളുകൾക്ക് PhD അഡ്മിഷന് വേണ്ടി അവർക്ക് പ്രത്യേകിച്ച് ഒരു എൻട്രൻസ് എക്സാം ആണ് നടത്തിയിരുന്നത്. ഇപ്പൊ അത് മാറ്റിയിട്ട് നെറ്റ് എക്സാമിന്റെ സ്കോറിലെ കുറച്ച് ആളുകളെ അവർ PhD അഡ്മിഷന് വേണ്ടി കൂടെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇനി നമുക്ക് കോളേജുകളിലോ യൂണിവേഴ്സിറ്റികളിലോ ഒക്കെ PhD ചെയ്യണമെങ്കിൽ നമുക്ക് ഈ യു ജി സി നെറ്റ് JRF എക്സാമിന്റെ നമ്മുടെ സ്കോറാണ് പരിഗണിക്കുക, നെറ്റ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ JRF ഇല്ലെങ്കിൽ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഇൻട്രോ തരാനുള്ളത്. ഇനി എല്ലാ വർഷവും 2 തവണയാണ് യു ജി സി നെറ്റ് എക്സാം നടക്കുന്നത്. ജൂൺ മാസത്തിൽ നടക്കും, ഡിസംബറിൽ നടക്കും. അപ്പോ ജൂൺ മാസത്തിലെ എക്സാം അതിന്റെ തൊട്ട് 2 മാസം മുമ്പായിട്ട്, ഏകദേശം ഒരു ഏപ്രിലൊക്കെ ആയിട്ട് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരും. അതേപോലെ ഡിസംബറിൽ ഇതേപോലെ 2 മാസം മുമ്പായിട്ട് ഏകദേശം ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരികയാണ് ചെയ്യുക. അപ്പോ ഇതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇതിന്റെ സിലബസ് അനുസരിച്ച് ഡീറ്റെയിൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. നമുക്കിതിൽ എന്തൊക്കെയാണ് വരുന്നുള്ള ഡീറ്റെയിൽ നോക്കാം. അപ്പൊ ആദ്യം എലിജിബിലിറ്റി ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർ. സോ ഒരാൾക്ക് നെറ്റ് JRF എക്സാം എഴുതുന്ന സമയത്ത് എലിജിബിലിറ്റി ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന ഈ ഒരു കാറ്റഗറിയിൽ പെട്ട് അയാൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ദാറ്റ് പേഴ്സൺ ഈസ് എലിജിബിൾ ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ആൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റി. ഇനി ആൾക്ക് JRF ആണ് കിട്ടുന്നതെങ്കിൽ, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആണെങ്കിൽ ഒരു 3 വർഷം വരെ, ഇപ്പോ ഇന്ന് നിങ്ങളിപ്പോ ഈ കാണുന്ന ഈ വർഷം ഈ ജൂണിലോ അല്ലെങ്കിൽ ഡിസംബറിലോ നമുക്ക് JRF കിട്ടിയെങ്കിൽ, അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയ അന്ന് മുതൽ 3 വർഷത്തിനുള്ളിൽ നമുക്ക് JRF-ന് വേണ്ടി രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫെലോഷിപ്പ് നമുക്ക് അക്കൗണ്ടിൽ വരും. അതേപോലെ PhD ചെയ്യാം. 3 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു പ്രശ്നമുള്ളത്, 3 വർഷത്തിന് ശേഷമാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഈ ഫെലോഷിപ്പ് അവൈൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ പ്രധാനമായിട്ടുള്ള രണ്ട് വൈ നെറ്റ് എന്ന് ചോദിച്ചാൽ ഇതാണ്. ഒന്ന്, നെറ്റ് എക്സാം ഫോർ എലിജിബിലിറ്റി ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ യൂണിവേഴ്സിറ്റീസ്, കോളേജസ് എക്സെട്ര ആൻഡ് ഫോർ ദ ഫെലോഷിപ്പ്. ഇത് നമുക്ക് എങ്ങനെയാണ് ഇതിലേക്ക് പോകുന്നത്? ഇതിൽ ആദ്യം എലിജിബിലിറ്റി, ഒരു PG സ്റ്റുഡന്റ്, PG കഴിഞ്ഞ ഒരാൾക്ക് 55% ആണ് നോർമൽ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ PGക്ക് പഠിക്കുന്ന അല്ലെങ്കിൽ PG കഴിഞ്ഞ ഒരാൾക്ക് 55% അവർ PGയിൽ മാർക്ക് അടയുന്നത്. പക്ഷെ അത് റിസർവേഷൻ കാറ്റഗറിക്ക്, നോൺ ക്രിമിനൽ അല്ലെങ്കിൽ SC/ST പോലെയുള്ള ഫിസിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ 50% മതി PG മാർക്ക്. ഇനി ഇതില് PG ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാതിനെ കുറിച്ച് ഞാൻ പറയാം. പിന്നെ നെറ്റ് എക്സാമിന് ഒരു അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. നെറ്റ് എക്സാമിന് മാത്രം, JRF-നല്ല, JRF-ന് ഞാൻ പറയാം. നെറ്റ് എക്സാം എഴുതുന്ന ഒരാൾ അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. ഏത് വർഷം ഏത് പ്രായത്തിലാണ് നെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ അപ്ലിക്കേഷൻ ഫീ ഓരോ തവണയും മാറുന്നുണ്ട്. ഓരോ തവണയും UGC അതിങ്ങനെ കൂട്ടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അറൗണ്ട് ഇതാണ് അതിലൊരു എമൗണ്ട്, ഇത് കൂടുന്നുണ്ട്. ദെൻ ജൂനിയർ റിസർച്ച് ഫെലോ എന്ന് പറയുമ്പോൾ, ജൂനിയർ റിസർച്ച് ഫെലോക്ക് നമുക്ക് 30 വയസ്സ് തികയുന്നതിന് മുമ്പ്, 30 വയസ്സാണ് അതിന്റെ അപ്പർ ലിമിറ്റ്. നമ്മൾ പറഞ്ഞു there is no age limit for applying നെറ്റ് എക്സാം. നെറ്റ് എക്സാമിന് നമുക്ക് ഏജ് ലിമിറ്റ് ഇല്ലെങ്കിലും JRF-ന് നമുക്ക് ഏജ് ലിമിറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് 30 years. പക്ഷെ ഇവിടെ റിസർവേഷൻ ഉണ്ട്. A relaxation of 5 years is provided to the candidates belonging to OBC, SC/ST and women applicants. അപ്പൊ ഇവിടെ പ്രത്യേകത എന്താ വെച്ചാൽ, വുമൺ അപ്ലിക്കൻസ്, അതേപോലെ SC/ST ബാക്ക്വേർഡ് ആയ OBC ആളുകളൊക്കെ 5 വർഷം റിലാക്സേഷൻ. അതായത് ജനറലി പറയുകയാണെങ്കിൽ JRF-ന് 35 വയസ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം, ഇഫ് യു ബിലോങ് ടു
ദിസ് റിസർവേഷൻ കാറ്റഗറി, OBC, SC, ST, PWD, അതുപോലെ വുമൺ അപ്ലിക്കൻസ്. ഇതാണ് അതിന്റെ ഒരു കണ്ടീഷൻ. അപ്പോ JRF എല്ലാ കാലവും നമുക്ക് എഴുതാൻ പറ്റില്ല, JRFന്റെ ഒരു സമയമുണ്ട്. ഓക്കെ, അപ്പോൾ 35 ഇയേഴ്സിനും എബോവ് ഉള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ 30 ഇയേഴ്സ് ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ 30 ഇയേഴ്സിന് എബോവ് ഉള്ള ആളുകൾക്ക് JRF അതിന്റെ മാർക്ക് ഉണ്ടെങ്കിൽ അത് അവൈൽ ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ പറയുന്ന എന്താണ് JRF ഉള്ള മെച്ചം, ഇതാണ് ഒരു അട്രാക്ഷൻ. നോക്കൂ, ഒരു ജൂനിയർ റിസർച്ച് ഫെലോ അയാൾക്ക് കിട്ടുന്ന ഫെലോഷിപ്പ് 37,000 പെർ മന്ത് ആണ്. 37,000 പെർ മന്ത്. ആദ്യത്തെ ഒരാൾ JRF ആവുക, ജൂനിയർ റിസർച്ച് ഫെലോ ആവുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 വർഷം ആണ് JRF ആയിരിക്കുക. പിന്നെ നമ്മൾ തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഫിഫ്ത് ഇയർ, തേർഡ് ഇയർ മുതൽ നമ്മൾ SRF ആവും, സീനിയർ റിസർച്ച് ഫെലോ ഓട്ടോമാറ്റിക്കലി ആവും. നമ്മൾ അതിൽ ചെറിയ പേപ്പർ വർക്കുകളെ ഉള്ളൂ. സോ 37,000 പെർ മന്ത് പ്ലസ് കണ്ടിൻജൻസി അലവൻസ് പെർ ഇയർ, പ്ലസ് ഓരോ മാസവും ഹൗസ് റെന്റ് അലവൻസ് HRA കിട്ടും. HRA പറയുമ്പോൾ ഇതിന്റെ 8%, അത് നമ്മൾ താമസിക്കുന്ന ഏരിയക്ക് അനുസരിച്ചാണ്. 8% അല്ലെങ്കിൽ 16% അല്ലെങ്കിൽ 24%, അത് ഡിപ്പെൻസ്. അപ്പോൾ ഇങ്ങനെ ഒരു ഹൗസ് റെന്റ് അലവൻസ് നമുക്ക് കിട്ടും. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. 37,000 ആണ് ഫെലോഷിപ്പ്. നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തോ, 37,000 ഇൻറ്റു 24 മന്ത് പ്ലസ് ഇതിന്റെ HRA നമുക്ക് പറയാം. ഇത് ഒരു ആവറേജ് ഒരു 16%, അതിന്റെ 16% ഒക്കെ കൂട്ടാം. പിന്നെ JRF പീരീഡിൽ നമ്മൾ കണ്ടിജൻസി അലവൻസ് പെർ ഇയറിൽ 10,000 റുപ്പീസ് ഉണ്ടാകും. അപ്പൊ 2 വർഷം 20,000. ഇനി SRF ആവുമ്പോൾ തേർഡ് ഇയർ മുതൽ 42,000 പെർ മന്ത് ആണ് നമ്മുടെ ഫെലോഷിപ്പ്. 42,000 പെർ മന്ത് എന്ന് പറയുമ്പോൾ 42,000 ഇൻറ്റു 36 മന്ത്, 36 മാസം, അതായത് 3 വർഷം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. പ്ലസ് കണ്ടിജൻസി അലവൻസ്, അതായത് 20,500 പെർ ആനം. അപ്പൊ അതൊരു 81,500, ഇത് 61,500 ഇത് തന്നെ ഉണ്ടാവും 3 വർഷത്തേക്ക്. ഇത് 20,000, ടോട്ടൽ ഒരു 81,500 അത് വരും. ഈ മൊത്തം നമ്മുടെ ഫെലോഷിപ്പ്, നമ്മുടെ HRA. പിന്നെ ഇതിന്റെ HRA 42,000ന്റെ 16%, 8%, ഇനി അത് മെട്രോ സിറ്റി ഒക്കെ ആണെങ്കിൽ 24% HRA ഉണ്ടാവും. ഇതെല്ലാം കൂടുമ്പോൾ അറൗണ്ട് എന്തായാലും മോർ ദാൻ 27,000, 27 ലാക്ക്, അബൌവ് 27 or 28 ലാക്ക് നമുക്ക് ഫെലോഷിപ്പ് ഉണ്ടാവും. ഒരു PhD ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഇത്രയും ക്യാഷ്? ഇത്രയും പൈസ നമുക്ക് ചിലവൊന്നുമില്ല. നമുക്ക് നമ്മുടെ പ്രിന്റ് എടുക്കാനും നെറ്റ് യൂസ് ചെയ്യാനും നമുക്ക് സെർച്ച് ചെയ്യാനൊക്കെയുള്ള ചിലവല്ലാതെ അധികം ചിലവൊന്നും ഇന്ന് ഇല്ല. പണ്ടായിരുന്നു ഒരുപാട് യാത്ര ചെയ്യാനും ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ പോകാനും വിസിറ്റ് ചെയ്യാനൊക്കെ. ഇന്ന് നമുക്ക് ഉണ്ടെങ്കിലും, പക്ഷെ ഇത്രയും എമൗണ്ട് ചിലവില്ല. പക്ഷെ ഇതാണ് നമുക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇത്രയും എമൗണ്ട് നമുക്ക് എല്ലാം കഴിഞ്ഞാൽ നമുക്ക് 25 ലാക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സേവ് ചെയ്യാൻ പറ്റും എന്നാണ്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യലി മോട്ടീവ് ആണോ ചോദിച്ചാൽ അതൊന്നും അതാണ്. പിന്നെ ഇതിന്റെ ബാക്കി നമുക്ക് സർവീസിലിരിക്കുമ്പോൾ, നമുക്ക് സർവീസിൽ കയറുന്ന സമയത്ത് ഒരു യൂണിവേഴ്സിറ്റി നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ 2018 UGCയുടെ നോംസ് എടുത്ത് നോക്കി നമുക്ക് മനസ്സിലാവും. JRF കാരന് മാർക്കുണ്ട്, നമുക്ക് ഇന്റർവ്യൂവില് സ്പെഷ്യൽ മാർക്ക് ഉണ്ട്. PhD കാരന് സ്പെഷ്യൽ മാർക്ക് ഉണ്ട്. നെറ്റുകാരനും JRF കാരനും വരുമ്പോൾ JRF കാരനാണ് അവിടെ ഒന്നുകൂടെ മുൻഗണന കിട്ടുക. അപ്പൊ നമ്മൾ JRF തന്നെ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് JRFന്റെ ഒരു ബ്രീഫ്. ദെൻ ഇതിന് പുറമെ UGC സം അതർ ഫെലോഷിപ്പ് UGCക്ക് ഉണ്ട്. അത് ഇതാണ് NFSC, നാഷണൽ ഫെലോഷിപ്പ് ഫോർ SC സ്റ്റുഡൻസ്. അറൗണ്ട് ഇതൊരു ആവറേജ് ആണ്, 22,000 സ്റ്റുഡൻസ് ആണ് സാധാരണ ഓരോ ടേമിലും UGC ഈ മാർക്കിന്റെ JRF തൊട്ട് താഴെ വരുന്ന ആളുകൾക്ക് NFSC എന്ന് പറയുന്ന നാഷണൽ ഫെലോഷിപ്പ് ഫോർ SC സ്റ്റുഡൻസ് എന്നുള്ള ഈ ഫെലോഷിപ്പ് കൊടുക്കാറുള്ളത്. ഇടയ്ക്ക് ഇതില് ചില നമ്പറിൽ വ്യത്യാസം വരുന്നത്, ചില സമയങ്ങളിൽ കൊടുത്ത് കാണുന്നില്ല ഈയിടെയായിട്ട്. എനിവേ വേറെ ഒന്നാണ് NFOBC. ഇതന്നെ നാഷണൽ ഫെലോഷിപ്പ് ഫോർ OBC സ്റ്റുഡൻസ് ഉള്ളതാണ്. അത് അറൗണ്ട് 1,000 സ്റ്റുഡൻസിനാണ് സാധാരണ UGC കൊടുത്തു വരാറുള്ളത്. ഇടയ്ക്കൊക്കെ കൊറോണയ്ക്ക് ശേഷം ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് ഇതിൽ. വേറൊന്നാണ് MANF, അതായത് മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പ് ഫോർ മൈനോറിറ്റി കാറ്റഗറിയിലാണത്. അതും 1,000 സ്റ്റുഡൻസ്. ഇത് നെറ്റ് ക്വാളിഫൈ ചെയ്ത ആ റിസൾട്ടിന് വന്ന് ഒരു മാസത്തിനുള്ളിലാണ് ഇത് ഡിക്ലെയർ ചെയ്യാറുള്ളത് സാധാരണ. കൂടുതൽ മനസ്സിലാക്കുക, ചെറിയ ചേഞ്ച് ഇവിടെ വരുന്നുണ്ട്. ചില സമയത്ത് ഇത് കൊടുക്കാത്ത പോലെയൊക്കെ നമുക്ക് കാണുന്നുണ്ട്. എനിവേ ഞാൻ പറഞ്ഞത് ഇതാണ് ഇതിന്റെ ഒരു അതർ ഫെലോഷിപ്പ്. ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യണം. അപ്പൊ JRF ജസ്റ്റ് താഴെ വരുന്ന ചെറിയ വ്യത്യാസം വരുന്ന ആളുകൾക്ക് ഇതിൽ ഉൾക്കൊള്ളാറുണ്ട്. അപ്പൊ ഇങ്ങനെയും ഫെലോഷിപ്പ് UGC ഇപ്പോ വൺ ഓഫ് ദി ലാർജസ്റ്റ് ഫെലോഷിപ്പ് നമ്മൾ എന്താണ് സയൻസ് ഫീൽഡ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് വരുന്ന
ഫെലോഷിപ്പുകളാണ് ഈ പറയുന്നതെല്ലാം. UGC നെറ്റ് എക്സാം നടത്തുന്നത് നെറ്റ് UGC നെറ്റ് നടത്തുന്നത് UGC NTA നെറ്റ് നടത്തുന്നത് ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ്, അതായത് ആർട്സ് ആൻഡ് കൊമേഴ്സ് സ്റ്റുഡൻസിനാണ്. സയൻസിലെ ചില സയൻസ് സബ്ജക്റ്റുകളുണ്ട്. സയൻസ് ഡയറക്റ്റ് നമ്മുടെ കെമിസ്ട്രി, മറ്റ് ഫിസിക്സ് പോലുള്ള പ്യുവർ സയൻസ് സബ്ജക്റ്റുകൾ CSIR ആണ് അവരുടെ നെറ്റ് എക്സാം നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ബ്രീഫ്. ഇനി നമുക്കിതിൽ PG ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നെറ്റ് എഴുതാൻ പറ്റുമോ എന്നുള്ള ചോദ്യം എല്ലാവരും പറയാറുണ്ട്. കാൻഡിഡേറ്റ് ഹു ആർ അപ്പിയറിംഗ് അറ്റ് ദ ക്വാളിഫൈഡ് മാസ്റ്റേഴ്സ് ഡിഗ്രി, അവർക്കും അപ്ലൈ ചെയ്യാം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, അതായത് അവർക്ക് അവരുടെ എന്താണ് എലിജിബിൾ ഫോർ അവാർഡ് ഓഫ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആൻഡ് എലിജിബിലിറ്റി ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർ ഓൺലി ആഫ്റ്റർ ദേ ഹാവ് പാസ്ഡ് ദെയർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഓർ ഇക്വലന്റ് വിത്ത് ദ ലീസ്റ്റ് 55% മാർക്ക്. ഇനി ദേ മസ്റ്റ് കംപ്ലീറ്റ് ദെയർ PG വിത്തിൻ 2 years എന്ന് പറഞ്ഞാൽ ഒരു PG സെക്കൻഡ് ഇയർ ആയ കുട്ടിക്ക് എന്ത് ചെയ്യാം, നെറ്റ് എഴുതാം. പക്ഷേ നെറ്റ് എഴുതുന്ന സമയത്ത് സെക്കൻഡ് ഇയറിൽ അല്ലെങ്കിൽ തേർഡ് സെമ്മിൽ പഠിക്കുന്ന സമയത്ത് നെറ്റ് കിട്ടി. ഇപ്പോഴത്തെ നമ്മൾ ഇനി 4 year ഡിഗ്രി സമയത്ത് അത് മാറ്റം പറയും. അപ്പോ നെറ്റ് JRF കിട്ടിയെങ്കിൽ, പക്ഷെ 2 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം, കുട്ടി PG കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അഥവാ 4th സെം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പോൾ 4th സെമ്മിൽ ഒരു പേപ്പർ പോയി, അങ്ങനെയാണെങ്കിൽ അത് വിത്തിൻ 2 years ഇത് ക്വാളിഫൈ ചെയ്ത് 2 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം, നമുക്ക് പാസ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മളത് ക്വാളിഫിക്കേഷൻ ഇൻവാലിഡ് ആണ്. സോ ഇതാണ് പറഞ്ഞത്, ദ സ്റ്റുഡന്റ് കാൻഡിഡേറ്റ് മസ്റ്റ് കംപ്ലീറ്റ് ദെയർ PG വിത്തിൻ 2 years ഫ്രം ദ ഡേറ്റ് ഓഫ് നെറ്റ് റിസൾട്ട് വിത്ത് റിക്വയർഡ് പെർസെന്റേജ് ഓഫ് മാർക്ക്. റിക്വയർഡ് പെർസെന്റേജ് മാർക്ക് നമ്മൾ പറഞ്ഞു ജനറൽ ആണെങ്കിൽ 55% മാർക്ക് അല്ലെങ്കിൽ 50%, OBC അല്ലെങ്കിൽ അതർ നോൺ ക്രിമിനൽ ആണ്. ഫെയിലിംഗ് വിച്ച് ദേ ഷാൽ ബി ട്രീറ്റഡ് ആസ് ഡിസ്ക്വാളിഫൈഡ്. ഇത് ശ്രദ്ധിക്കുക, ഡിസ്ക്വാളിഫൈഡ് ആയി നമ്മൾ ട്രീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോ ഇത്രേ ഉള്ളൂ. PG പഠിക്കുന്ന ഒരാളാണെങ്കിൽ എന്തായാലും അവർക്ക് അപ്ലൈ ചെയ്യാൻ എഴുതാം. പക്ഷെ അവർക്ക് PG കഴിഞ്ഞ് നമ്മൾ റിസൾട്ട് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, നെറ്റോ JRF ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷത്തിൽ നമ്മുടെ PG കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അത്രയാണ് അതിൽ കണ്ടീഷൻ പറയുന്നത്, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഓക്കെ, ഇനി ഞാൻ ഇതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയാം. UGC നെറ്റ് റിസൾട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് കൂടെ നോക്കിയിട്ട് നമ്മൾ ഇതിൽ പഠിക്കാനിരിക്കും. ആവറേജ് ഒരു 8 lakh അല്ലെങ്കിൽ 8.5 lakh ആളുകൾ ഓരോ തവണയും നെറ്റ് എഴുതുന്നുണ്ട്. ചെറിയ ചെറിയ വ്യത്യാസം, ഞാൻ ആവറേജ് ഫിഗർ എടുത്തത്. എല്ലാ വർഷവും നോക്കുകയാണെങ്കിൽ ചില വർഷങ്ങളിൽ എന്താണ് 12 lakh അപ്ലിക്കൻസ് ഒക്കെ. കൊറോണ സമയത്തൊക്കെ 12 lakh അപ്ലിക്കൻസ്. കൊറോണയുടെ സെക്കൻഡ് വേവിൽ എമർജൻസി സൈക്കിളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് 12 ലക്ഷം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആവറേജ് 8 to അല്ലെങ്കിൽ 9 lakh 10 lakh ആ റേഞ്ചിൽ ആളുകൾ അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ മിനിമം ഒരു 8 to അല്ലെങ്കിൽ, പക്ഷെ ടോട്ടൽ കാൻഡിഡേറ്റ്സ് അപ്പിയർ എന്ന് പറയുമ്പോൾ 6 lakh അല്ലെങ്കിൽ 6 to 7 lakh ആളുകൾ പരീക്ഷ എഴുതുന്നു. അല്ലെങ്കിൽ പിന്നെ അത് കൊറോണയുടെ സമയത്ത്, നമ്മുടെ ഫസ്റ്റ് കൊറോണ വേവിന്റെ സമയത്ത് കുറെ ആളുകൾ രജിസ്റ്റർ ചെയ്തെങ്കിൽ കുറെ ആളുകൾ എഴുതിയിട്ടില്ല. അന്നാണ് കുറവ് കണ്ടത് 5 lakh to 5.5 lakh എന്ന് പറയുന്നത്. സോ ഒരു 6 lakh ഇപ്പോ ലാസ്റ്റത്തെ റിസൾട്ട് ഡാറ്റ എടുക്കുകയാണെങ്കിൽ അപ്പിയർ ചെയ്ത ആളുകൾ 6.49 lakh ആയിരുന്നു. 6,49,000. അതായത് ആവറേജ് 6 ലക്ഷം ആൾക്കാർ പരീക്ഷ എഴുതുന്നുണ്ട്. ആ പരീക്ഷയാണ് നമ്മൾ എഴുതുന്നത്, മനസ്സിലാക്കുക. അപ്പൊ ഇതില് എല്ലാ സബ്ജക്റ്റുകളും കൂടിയിട്ടാണ്. നമ്മുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടോ, ഇപ്പൊ ഞാൻ കൊമേഴ്സ് ആണെങ്കിൽ എനിക്ക് കൊമേഴ്സിന്റെ ആളുകളുമായി എനിക്ക് കോമ്പറ്റീഷൻ ഉള്ളത്, എല്ലാവരുമായി ഇല്ല. പക്ഷെ മനസ്സിലാക്കുക, ഇത്രയും ആളുകൾ എഴുതുന്ന ഒരു പരീക്ഷയാണത്. ഇതിലിപ്പോ ഈ അടുത്ത നമ്മൾ PhD അഡ്മിഷന് മാത്രം ആവറേജ് ഒരു 1 lakh ആളുകൾക്ക് എൻട്രൻസ് പകരമുള്ള ക്വാളിഫൈഡ് ഫോർ PhD അഡ്മിഷൻ എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ അവർ പെടുത്തുന്നുണ്ട്. അത് നമ്മൾ അത്ര നോക്കണം. നമ്മുടെ ഫോക്കസ് നെറ്റിന് കാര്യമായി, നെറ്റ് JRF കാര്യമായി പറയുകയാണെങ്കിൽ നമ്മൾ നോക്കേണ്ട അടുത്ത 2 ഡാറ്റകളാണ്. അപ്പൊ ഓരോ തവണയും എലിജിബിലിറ്റി ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുകയാണെങ്കിൽ നെറ്റ്, ഇതാണ് നെറ്റ്. എലിജിബിലിറ്റി ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർ മീൻസ് നെറ്റ് ക്വാളിഫൈ ചെയ്യുന്ന ആളുകളുടെ ആവറേജ് എണ്ണമാണ് ഇത്. 48,000 to 50,000. അത് ചില സമയത്ത് 46,000 എത്തിയിട്ടുണ്ട്. സോ ഒരു 50,000 ആളുകൾ, ഒരു 45,000 50,000 ഇടയിൽ ആളുകൾ ഓരോ വർഷവും, ഓരോ വർഷത്തിലും പിന്നെ ഓരോ തവണയുണ്ട്, ഓരോ ജൂണിലും. അതേപോലെ ഒരു വർഷം ഇതിന്റെ ഇരട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ ക്വാളിഫൈ ആകുന്നുണ്ട് എന്നത്. എല്ലാ സബ്ജക്റ്റും കൂടി 85 സബ്ജക്റ്റുകൾ നമ്മുടെ UGC നെറ്റ് എക്സാം നടക്കുന്നുണ്ട്. അപ്പോ ആവറേജ് 48,000 to 50,000 ആളുകളാണ് നെറ്റ് ഓരോ തവണയും കിട്ടുന്നത്. ഒരു വർഷം 2 തവണ നടക്കുന്ന എക്സാമാണ്. ഇനി ഇതിൽ വേറൊരു കാര്യം നോക്കേണ്ടത്, JRF എത്ര ആൾക്കാർ കിട്ടും. ഇതാണ് നമ്മുടെ ഫോക്കസ്. നമ്മൾ സീരിയസ് ആയിട്ട് പഠിക്കുന്നത് നമ്മൾ JRF ആണെങ്കിൽ JRF
കിട്ടുന്നത് ആവറേജ് 5000 ആണ്. ഇപ്പൊ ലാസ്റ്റ് വന്ന റിസൾട്ടിൽ 5129 ഐ തിങ്ക്, അങ്ങനെ ഒരു നമ്പറാണ് വന്നത്. അതായത് ആവറേജ് 5000, ചില സമയത്ത് 4900 ആ ലെവലിൽ വരും. ഞാൻ ആവറേജ് വന്നത് ഓരോ ജൂണിലും ഓരോ ഡിസംബറിലും 5000 ആളുകൾക്കാണ് JRF കൊടുക്കുക. അതായത് ഈ 5000 ആളുകൾക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എമൗണ്ട് കിട്ടി ആ ഫെലോഷിപ്പോട് കൂടി PhD ചെയ്യാൻ പറ്റും. ഇത് പറയുമ്പോൾ ചില ആളുകൾ ഇനിയിപ്പോ നെറ്റ് മാത്രമേ കിട്ടിയുള്ളൂ, ഇനി നമുക്ക് PhD ഫിനാൻഷ്യൽ സപ്പോർട്ടിന് എന്താ ചെയ്യാന്ന് ചില ആളുകൾ പറയാറുണ്ട്. നെറ്റ് കിട്ടി നമ്മൾ PhD വേഗം ജോലി ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം, അതിന്റെ കൂടുതൽ JRF പ്രിപ്പയർ ചെയ്യാം. ഒരു സൈഡിലെ PhD ചെയ്തുകൊണ്ടിരിക്കുക, അതിന്റെ കൂടെ തന്നെ JRF വേണ്ടി നമ്മൾ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുക. JRF കിട്ടിയാൽ അപ്പം നമുക്ക് JRF കൺവേർട്ട് ചെയ്താൽ മതി. അപ്പൊ ആ ഫെലോഷിപ്പ് അന്ന് മുതൽ 5 വർഷം. ഇനി ഓരോ യൂണിവേഴ്സിറ്റികളുടെ ചില ഇതനുസരിച്ച് അവർ ചില ഒരു പർട്ടിക്കുലർ എമൗണ്ട്, പക്ഷെ ഇത്ര എമൗണ്ട് ഉണ്ടാവില്ല, ചെറിയൊരു 10,000 12,000 ഒക്കെ പെർ മന്ത് പിന്നെ ഫെലോഷിപ്പ് ആയിട്ട് യൂണിവേഴ്സിറ്റികൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അത് ഡിപ്പെൻസ് അപ്പോൺ ദ യൂണിവേഴ്സിറ്റി. പക്ഷെ അത് വലിയ എമൗണ്ട് ഉണ്ടായിരിക്കില്ല, അതിനൊക്കെ ഒരുപാട് ഡിലേ ഒക്കെ വരാം. പക്ഷെ JRF കേസ് അങ്ങനെയല്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് മുതൽ നമുക്ക് കറക്റ്റ് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും, ഒരു സാലറി പോലെ. അപ്പോ ഫോക്കസ് JRF, അതാണ് എനിക്ക് ഇവിടെ പറഞ്ഞത്. അതിന്റെ ഒരു ഔട്ട്ലൈൻ മാത്രം പറഞ്ഞിട്ട് നമുക്ക് ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുമെന്ന് പറയാം. ഇനി JRF കൊണ്ട് നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാം എന്നതിനപ്പുറത്തേക്ക് വേറെ ചില ഓപ്ഷൻസ് കൊണ്ട്, അതാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ മഹാരത്ന നവരത്ന കമ്പനീസ്. ഇന്ത്യയിൽ ഒരുപാട് മഹാരത്ന നവരത്ന കമ്പനികളുണ്ട്. മഹാരത്ന കമ്പനി എന്ന് പറയുമ്പോൾ നമ്മൾ ഭാരതി ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ്, ബെൽ എന്ന് പറയുന്ന കമ്പനി ഉണ്ട്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, സെയിൽ എന്ന് പറയുന്ന കമ്പനിയുണ്ട്. അതേപോലെ ഗെയില്, നമുക്ക് കേട്ട പൈപ്പ് ലൈൻ, ഗെയിലുമായി ബന്ധപ്പെട്ട ഗെയിൽ. ഇങ്ങനെ കുറെ കമ്പനികളുണ്ട്. NTPC, BPC എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമ്പനികൾ. ഇതൊക്കെ മഹാരത്ന കമ്പനി അതേപോലെ നവരത്ന കമ്പനിയിലൊക്കെ പെട്ടപ്പെടുന്നതാണ്. ഇതിൽ ഇന്ത്യയിലെ ഗവൺമെന്റ് അണ്ടർടേക്കിംഗിൽ വരുന്ന വലിയ വലിയ കമ്പനികളെന്നൊക്കെ ഹൈ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത കമ്പനികളാണ്. ഇത്തരം കമ്പനികളിൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി, എക്സിക്യൂട്ടീവ്, എസ്പെഷ്യലി എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കൊക്കെ അവർ നടത്തുന്ന ഇന്റർവ്യൂവില് നമുക്ക് അതിൽ എൻട്രൻസ് ചെയ്തിട്ടുണ്ട്. ഇന്റർവ്യൂ ഡയറക്റ്റ് ചെയ്തിട്ട് അത്തരം എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നെറ്റ് ഹോൾഡേഴ്സിന് വിളിക്കാം. അപ്പൊ ഇപ്പോ നമ്മുടെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ചില പോസ്റ്റിലേക്ക്, എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കൊക്കെ അവർ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് അവർ എന്ത് ചെയ്യും, അവരുടേതായ എൻട്രൻസ് അല്ല, പിന്നെ ഒരു എക്സാം എഴുതാൻ പറയും. അപ്പൊ അതിന് താഴെ ഉണ്ടായിരിക്കും നെറ്റ് ക്വാളിഫൈ ചെയ്ത ആളുകളാണെങ്കിൽ അവര് അത് എഴുതേണ്ട എക്സെപ്ഷൻ അതിൽ നിന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ജോബ് ഓപ്പർച്യൂണിറ്റി കോളേജുകൾ അസിസ്റ്റന്റ് പ്രൊഫസർ ആവല് മാത്രമല്ല, PhD മാത്രമല്ല, ഇത്തരം ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇതിന്റെ എക്സാം പാറ്റേണും സിലബസും ഒന്ന് വേഗം പറ്റിയേക്കാം. അപ്പൊ ഇതില് എക്സാം പാറ്റേൺ എങ്ങനെയാണ്, അതായത് പേപ്പർ 1, പേപ്പർ 2. മുമ്പായിരുന്നെങ്കിൽ ഒരു 10 വർഷം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് 3 പേപ്പർ ഉണ്ട്. പേപ്പർ 1 എന്ന് പറഞ്ഞാൽ ജനറൽ പേപ്പർ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റിസർച്ച് മെത്തഡോളജി. ഇതിൽ 10 ടോപ്പിക്കുകളാണുള്ളത്. 10 ടോപ്പിക്. ഓരോ ടോപ്പിക് വെച്ച് ഡീറ്റെയിൽ നമുക്ക് അനലൈസ് നടത്തണം. അതിലെങ്ങനെ ഓരോന്നിനും ഓരോ സ്ട്രാറ്റജിയാണ്. 10 ടോപ്പിക് ഞാനിപ്പോ പറയുന്നില്ല, നമുക്ക് കാണിക്കാം പിന്നീട്. 50 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 50 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം. സോ ടോട്ടലി ഔട്ട് ഓഫ് 100. ഈ ഫസ്റ്റ് പേപ്പറിന്റെ പ്രത്യേകത, നമ്മൾ ഒന്നും പഠിക്കാതെ പോയാൽ നമുക്ക് ഒരു 30-40 മാർക്കൊക്കെ കിട്ടും. അപ്പൊ കുറെ ആൾക്കാർ കരുതും, ഞാനൊന്നും പഠിച്ചിട്ടില്ല, എന്നിട്ട് 40 മാർക്ക് കിട്ടിയാലോ ഭയങ്കര സംഭവം എന്ന് കരുതും. നോക്കൂ, നമ്മൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഈ മാർക്ക് കിട്ടും. കാരണം ഇത് നമ്മളൊരു PG ഒക്കെ ഹോൾഡർ അല്ലേ, അല്ലെങ്കിൽ PG ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാകുമ്പോൾ നമുക്കൊരു കപ്പാസിറ്റി ഉണ്ടല്ലോ. ആ കപ്പാസിറ്റിയിൽ നിന്ന് കിട്ടുന്ന മാർക്കാണ്. പക്ഷെ ഇവിടെ ഒരു കോമ്പറ്റീഷനും ഇല്ല. ഇവിടെ കോമ്പറ്റീഷൻ ഉള്ളത് ഈസ് എബവ് 60. JRF ഹോൾഡേഴ്സിന്റെ മാർക്ക് എബവ് 60 ആയിരിക്കും അവർ ഫസ്റ്റ് പേപ്പറിൽ. എബവ് 60, അതായത് 50ക്ക് മുകളിൽ, 60ക്ക് മുകളിൽ നമുക്ക് മാർക്ക് വാങ്ങിയാലേ നമുക്ക് ഇതിൽ നമ്മൾ കരുതുന്ന റിസൾട്ട് എത്തുള്ളൂ. വാങ്ങണമെങ്കിൽ നമ്മളൊന്ന് ശരിക്കും പ്രിപ്പയർ ചെയ്യണം. അപ്പോ 10 ടോപ്പിക്, നമ്മൾ ഓരോ ടോപ്പിക്കും 5 ക്വസ്റ്റ്യൻ വീതം. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. റിസർച്ച് മെത്തഡോളജി 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഓരോ ടോപ്പിക് 5 ക്വസ്റ്റ്യൻ വീതം ഉണ്ടായിരിക്കും. ഇതിൽ ഓരോ ക്വസ്റ്റ്യനൊക്കെ വേണമെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യാം. പക്ഷെ ബാക്കി 40 ക്വസ്റ്റ്യൻ, 50ൽ നിന്ന് 10 ക്വസ്റ്റ്യൻ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എന്തായാലും അറിയാത്ത ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം. അറിയാത്തതല്ല, പുതിയ ക്വസ്റ്റ്യൻ ഉണ്ടാവും. UGCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒക്കെ പ്രത്യേകത എപ്പോഴും പുതുമ ക്രിയേറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട്. സെയിം ക്വസ്റ്റ്യൻ, ഇപ്പൊ കേരള PSC ഒക്കെ പറഞ്ഞ പോലെ സെയിം ക്വസ്റ്റ്യൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല എന്നത് തന്നെ. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടോ, ഇതിലൊക്കെ നമുക്ക് ഇപ്പൊ എന്താ വെച്ചാൽ ഒരു 80 എബോ നമുക്ക് വലിയൊരു കോമ്പറ്റീഷൻ ഇല്ല വേണമെങ്കിൽ പറയാം. പക്ഷെ
60 to 80 ആണ് കോമ്പറ്റീഷൻ ഉള്ളത്. അപ്പൊ ഒരു 10 ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്ക് വെരി ടഫ് ആയിരിക്കും. ഇതിൽ ജനറൽ നോളജ് ഉണ്ടായിരിക്കാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചില ഭാഗങ്ങൾ ഉണ്ടായിരിക്കാം, മാത്തമാറ്റിക്കൽ റീസണിങ്, ഡാറ്റ, രസകരമായ പേപ്പറാണ്. നമ്മൾ പക്ഷേ ആ ഒരു മൂഡിൽ അതിനെ കാണണം എന്ന് മാത്രം. ഇതാണ് പേപ്പർ 1ന്റെ കഥ. രണ്ടാമത്തെ കാര്യം പേപ്പർ 2 ആണ്. 2ന്റെ കേസിൽ 100 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 200 മാർക്ക്. നേരത്തെ പോലെ തന്നെ 2 മാർക്ക് പെർ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇത് നിങ്ങളുടെ സബ്ജക്റ്റ് ആയിരിക്കും. ഏതാണോ സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിന് ഒരു സിലബസ് ഉണ്ട്. ആ സിലബസിലൂടെ നമ്മൾ പോകും. അതായത് നിങ്ങളുടെ കോർ പേപ്പർ, നമ്മൾ പി ജിക്ക് പഠിച്ച കോർ പേപ്പർ. ഓക്കെ, ഇനി ടോട്ടൽ 150 ക്വസ്റ്റ്യൻ, 300 മാർക്കാണ്. ഇതില് JRF-കാർ എന്ന് പറഞ്ഞാൽ 200-ന് മുകളിൽ മാർക്ക് കിട്ടും. അവരുടെ സബ്ജക്റ്റ് അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ശ്രദ്ധിക്കുക, 200-ന് മുകളിൽ, ഒരു 200, 210-ന് മുകളിലൊക്കെ മാർക്ക്, 210-ന് മുകളിൽ എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് പിന്നെ JRF എന്നൊരു ടാർഗറ്റിലേക്ക് എത്താം. ഓക്കെ, ഇനി ഡ്യൂറേഷൻ നമുക്കറിയാം 3 മണിക്കൂറാണ് ഇതിന്റെ പരീക്ഷ. 3 മണിക്കൂർ ഒരുമിച്ചായിരിക്കും. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ നോക്കണം. ഓൺലൈൻ ആണ്, മോർ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. CBT അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ ഓൺ ആക്കുമ്പോൾ ആദ്യം നമുക്ക് ജനറൽ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരും. അത് ചെയ്തിങ്ങനെ കഴിയുമ്പോൾ നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോകും. സബ്ജക്റ്റിൽ ഇങ്ങനെ പോയി അവസാനം 3 മണിക്കൂറിലൂടെ എക്സാം തീരും. പിന്നെ ഒരു പ്രത്യേകത, നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. നോ നെഗറ്റീവ് മാർക്ക്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാം. ചില ആൾക്കാർ ചില PSC-യുടെ ഒക്കെ പല ചിലത് എഴുതാതെ പോകുന്നു. എല്ലാം എഴുതണം, പക്ഷെ പഠിച്ച് എഴുതുമ്പോൾ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. ഇനി നമുക്കിതില് മിനിമം ക്വാളിഫയിങ് മാർക്ക് എന്ന് പറയുന്ന ഒരു ജനറൽ ക്രൈറ്റീരിയ മാത്രമാണ്. പേപ്പർ 1-ല് 40%, അതേപോലെ പേപ്പർ 2-ല് 40% ഒരു ജനറൽ ക്രൈറ്റീരിയ UGC വെക്കുന്നുണ്ട്. അതേപോലെ OBC ആണെങ്കിൽ 35% മിനിമം മാർക്ക് 2-ലും ക്വാളിഫൈ ചെയ്യാം. പിന്നെ അഗ്രിഗേറ്റ് പിന്നെ എന്ത് ചെയ്യും, റാങ്ക് ലിസ്റ്റ് ഇട്ട് അതിൽ നിന്നാണ് എന്ത് ചെയ്യാം, ടോപ്പിലെ 1% JRF, ദെൻ അതിലൊരു 6% നെറ്റ്, പിന്നെ അതിൽ താഴെ വരുന്ന ഒരു ആളുകൾക്ക് ഏകദേശം അതിന്റെ ഒരു ഡബിൾ എന്ന രീതിയിൽ PhD അഡ്മിഷനിൽ എൻട്രൻസിന് എക്സെപ്ഷൻ കിട്ടുന്നു. ഇങ്ങനെയാണ് അതിന് ഓരോ തവണയും പോകുന്നത്. ഇനി നമുക്ക് 10 പേപ്പറുകൾ ഞാൻ പറഞ്ഞു. 10 പേപ്പർ എങ്ങനെയാണുള്ളത്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അതേപോലെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. ഇതിന് ഓരോന്ന് ടോപ്പിക് വൈസ് നമുക്ക് വേറെ സെപ്പറേറ്റ് പറയണം. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഇതെങ്ങനെ, ഇവിടെയാണ് നമ്മുടെ എങ്ങനെ ഓരോന്നിലേക്ക് അപ്രോച്ച് ചെയ്യും. അത് ക്വസ്റ്റ്യൻ വെച്ച് നോക്കി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ ഈ സിലബസ് മാത്രം പരിചയപ്പെടുത്തുന്നുള്ളൂ, ഇവിടെ ടോപ്പിക് മാത്രം പരിചയപ്പെടുത്തുന്നുള്ളൂ. കമ്മ്യൂണിക്കേഷൻ, മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, ഇതെല്ലാത്തിനും 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം. ഇപ്പൊ മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന് പറയുമ്പോൾ കുറെ ആളുകൾ ഇങ്ങനെ ഭയങ്കര ടഫ് ആണെന്ന് പറയും. നമ്മുടെ 10ാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ച മാത്സ് ഇല്ലേ, ബേസിക് മാത്സ് എന്ന് പറയുന്ന സംഭവം, അതേ ഇവിടുന്ന് ചോദിക്കുള്ളൂ. നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആകെ ഇങ്ങനെ ടെൻഷനിൽ ഇതിനെ നോക്കും, ഒന്നും ചെയ്യില്ല. വെരി സിമ്പിൾ. നമ്മൾ അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. പിന്നെ ലോജിക്കൽ റീസണിങ്, ഇത് കുറച്ച് നമ്മൾ പഠിക്കണം. നമ്മൾ ഇതുവരെ പഠിക്കാത്ത ചില ഏരിയകൾ ഇതിൽ വരാൻ സാധ്യതയുണ്ട്. PG സൈക്കോളജി, ഓക്കെ, ഫിലോസഫി പഠിച്ചാൽ കുറച്ച് സിമ്പിൾ ആയിരിക്കും. ഇവിടെ ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടത്. പഠിച്ചാൽ ഇതിൽ ഫുൾ മാർക്ക് കിട്ടും. പഠിച്ചില്ലെങ്കിൽ ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഡാറ്റ ഇന്റർപ്രറ്റ് ചെയ്തപ്പോൾ നമുക്ക് ബേസിക് മാത്തമാറ്റിക്സ്, നമ്മളെ ബോർഡ് മാസ് ഉണ്ട്, ഡിവിഷനും അഡീഷനും ഒക്കെ ബേസിക് ആയിട്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ ഷോർട്ട് കട്ടിൽ ചെയ്യും. നമുക്ക് കുറേ സമയം ഉണ്ടാവില്ല, ഒരുപാട് സമയം ഉണ്ടാവില്ല. സമയമാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അപ്പൊ ആ സമയം മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റണം. ദെൻ ICT വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ICT. ദെൻ പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് പറയുന്ന ഒരു ഏരിയ. അപ്പൊ ഈ അടുത്ത് വന്ന എല്ലാ അപ്ഡേറ്റ്സും ഇതിൽ നമ്മൾ നോക്കണം. ദെൻ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ദെൻ നമ്മൾ ഇതിൽ എങ്ങനെ പോവാന്നുള്ളത് നിങ്ങൾ ആലോചിക്കും. ഞാനൊരു ടൈം കൂടെ കാണാം. നമുക്ക് സക്സസിലേക്ക് പോകുന്ന ആളുകളെ കറക്റ്റ് ഫോക്കസ്ഡ് ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. വാട്ട് പീപ്പിൾ തിങ്ക്, നേരിട്ട് ഇവിടെ അവരുടെ ഫോക്കസ് എവിടെയാണോ, ഇന്ന ദിവസം അങ്ങനെ പ്ലാൻ ചെയ്ത് പോകണം. ഇങ്ങനെ നേരെ പോകും. പക്ഷെ മിക്കവാറും നമ്മൾ പ്ലാൻ ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യാറിയോ, ഇങ്ങനെ പോണ സമയത്ത് നമുക്ക് ഇവിടെ അയലോകത്ത് കല്യാണം ഉണ്ടാവും, അപ്പുറത്തെ സൽക്കാരണം, പിന്നെ ഫ്രണ്ടിന്റെ വീട്ടിലെ വീടുണ്ട്. ഇങ്ങനെ പോയി ഇങ്ങനെ നാട്ടിൽ കുറെ ഉത്സവങ്ങളും പരിപാടികളും ഇങ്ങനെ പോയി കുറെ കാലം ഇങ്ങനെ പോയിട്ട് ചിലപ്പോൾ നിർത്തിയൊക്കെ ഇവിടെ. ഓക്കെ, അപ്പോ ഇങ്ങനെ പോകാതിരിക്കാൻ നമുക്കൊരു കാറ്റലിസ്റ്റ്, ഇങ്ങനെ പ്രചോദിപ്പിക്കാൻ, ഇങ്ങനെ തള്ളി വിടാന്ന് പറയില്ലേ, ഇങ്ങനെ നമുക്കൊരു ആള് വേണം. അതിനാണ് നമ്മൾ കോച്ചിങ്ങും മറ്റു സംവിധാനങ്ങളും ചെയ്യുന്നത്. എനിവേ, അപ്പോൾ ആക്ച്വലി ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് അവസ്ഥ ഇങ്ങനെ പലയിടത്തും കറങ്ങിയില്ലേ. ഫോക്കസ് നമ്മൾ അർജുനന്റെ ഫോക്കസ് ആണെന്ന് പറയില്ലേ. അർജുനന്റെ ഫോക്കസ് എന്തായിരുന്നു, ഗുരു ചോദിച്ചപ്പോ അർജുനൻ പറഞ്ഞു, ഞാൻ ആ കിളിയെ മാത്രം കാണുന്നു, പിന്നൊന്നും കാണുന്നില്ലേ അർജുൻ. നമ്മൾ പലതും കാണുന്നുണ്ട്, പലതും കാണുന്നതുകൊണ്ട് നമുക്ക് ഇത് കറക്റ്റ് പൊസിഷനിൽ എത്താൻ പറ്റുന്നത്. സോ നിങ്ങൾ നെറ്റ് JRF പ്രിപ്പയർ ചെയ്യാണ്,
കറക്റ്റ് ഷെഡ്യൂൾ ചെയ്തിട്ട് വേണം സിലബസ് എടുത്തിട്ട് അതിന് ഓരോ ഐറ്റംസും ഷെഡ്യൂൾ ചെയ്ത് ഷോർട്ട് നോട്ട് ഉണ്ടാക്കി ദെൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ. ഞാൻ ഇതിന്റെ ഒരു എന്താണ് പ്രധാനപ്പെട്ട ചില ടിപ്സ് എന്ന് പറയത്തേ ഉള്ളൂ. ക്രിയേറ്റ് എ സ്ട്രക്ചേർഡ് ടൈം ടേബിൾ. അതായത് നമുക്കൊരു സിലബസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ സിലബസിന്റെ അടിസ്ഥാനത്തിൽ സിലബസിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം? സിലബസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ടൈം ടേബിൾ ഈ ഒരു ആഴ്ച നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് ചെയ്യും, അടുത്ത ആഴ്ച അങ്ങനെ അങ്ങനെ ആ ഒരു ആഴ്ച നമുക്ക് ടൈം ടേബിൾ ഇത് സെറ്റ് ചെയ്യണമല്ലോ. അല്ലെങ്കിൽ ഒരു 3 ദിവസം ഓരോ ടോപ്പിക് വൈസ് നമ്മൾ എന്ത് വായിച്ച് തീർക്കാൻ വേണ്ടി ഇങ്ങനെ സെറ്റ് ചെയ്ത് അത് അപ്ഡേറ്റ് ചെയ്യുവാണ്. സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ട് പിന്നെ നമ്മൾ വഴിക്ക് പോകരുത്. അത് അപ്ഡേറ്റ് ചെയ്ത് അതിലെന്തെങ്കിലും വിട്ടു വരുന്നത് അടുത്ത ഗ്യാപ്പിൽ ഫില്ല് ചെയ്ത് ഇങ്ങനെ ഇത് തന്നെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ആളുകളാണ് ഇതൊക്കെ ക്വാളിഫൈ ചെയ്യുന്നത് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇത് റിവിഷൻ കുറെ ആളുകൾ പഠിച്ചിട്ടൊരു പോക്കാണ്, ഭയങ്കര പഠനമായിരിക്കും. ഇത് പുതിയ കാര്യങ്ങൾ പഠിച്ച് അങ്ങനെ പോകും. പക്ഷെ നമ്മളിവിടെ അപ്ഡേറ്റ് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതേപോലെ MCQ പാസ്റ്റ് പേപ്പേഴ്സ് MCQ നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. ഒരിക്കൽ നിങ്ങൾ പാസ്റ്റ് പിന്നെ പേപ്പർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒരു 3 സെറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ എങ്കിലും സോൾവ് ചെയ്യാനുള്ള പരിചയം പോയത്. അപ്പൊ ആദ്യം ചെയ്യുന്ന സിലബസിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബ്രീഫ് നോട്ട് ഉണ്ടാക്കി പോവുക, ദെൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ദെൻ ഓക്കെ, കറണ്ട് അഫയേഴ്സ് പേപ്പർ ഉണ്ടെങ്കിൽ ചില നമ്മൾ പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് അതേപോലെ നമ്മുടെ ഹയർ എഡ്യൂക്കേഷനിലെ കുറെ കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. അതേപോലെ മെയിൻറ്റെയിൻ. ഇതൊക്കെ നമുക്കിത് കിട്ടുന്നില്ല. ഒരു പരീക്ഷ നമ്മൾ എഴുതാൻ കിട്ടില്ലെങ്കിൽ അടുത്ത പരീക്ഷ നോക്കും, അത്രേ ഉള്ളൂ. ഇതിന് പിന്നാലെ കൂടുക എന്നല്ലാതെ നമ്മൾ ഒരു പരീക്ഷ എഴുതി പിന്നെ നിർത്തി 2 വർഷം കഴിഞ്ഞ് പിന്നെ പരീക്ഷ എഴുതി പിന്നെ 4 വർഷം കഴിഞ്ഞ് പിന്നെ പരീക്ഷ എഴുതി അപ്പോഴേക്കും ഇതിന്റെയൊക്കെ സ്ട്രക്ചറൊക്കെ മാറിയിട്ടായിരിക്കും. ഓരോ തവണയും UGC പുതുമ കൊണ്ടുവരുന്നത് മാത്രമല്ല പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തത്. അപ്പൊ അതിന് പിന്നാലെ കൂടാണ് വേണ്ടത്. എന്നാലേ നമുക്കൊരു ആദ്യ ലെവലിൽ എക്സാം ആയിട്ട് 10ലേക്ക് എത്താൻ പറ്റും. കോമൺ ആയി നമ്മൾ കാണുന്ന ഒരു ചലഞ്ച് എന്ന് വെച്ചാൽ ഇതാണ് ടൈം മാനേജ്മെന്റ്. അപ്പൊ നമ്മളൊക്കെ അഡൽട്ട് ലേണേഴ്സ് ആണ് പറയാം. ടീച്ചിങ് മെത്തഡോളജിയിൽ പറയും അഡൽട്ട് ലേണേഴ്സിന്റെ പ്രത്യേകത നമുക്ക് ടൈം വലിയ പ്രശ്നമായി പറയും. പക്ഷെ നമുക്ക് വേണമെന്ന് വെച്ചാലോ നമുക്ക് എന്താണ് റീൽസ് കാണാനോ മറ്റേതൊക്കെ ഇഷ്ടംപോലെ സമയം കിട്ടും ചെയ്യും. അപ്പൊ അത് നമ്മുടെ മടിയാണ്. സിലബസ് വാസ്റ്റ് ആണെന്ന് പറയുന്നത് അതിൽ ചെയ്യുന്ന എത്രയുള്ളൂ? സിലബസ് പ്രിന്റ് ചെയ്യാം, മൊബൈലിൽ PDF ഡൗൺലോഡ് ചെയ്യാം, പ്രിന്റ് ചെയ്ത് ഓരോ ഏരിയ ഷോർട്ട് നോട്ട് ആക്കി വെക്കാനുള്ള ശ്രമം. ആദ്യം ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക, പിന്നെ അത് എലാബറേറ്റ് ചെയ്ത് പോവാം. അങ്ങനെ നമുക്ക് മെന്റലി ഒരു സാറ്റിസ്ഫാക്ഷൻ. പിന്നെ ഇത് തന്നെ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തൊരവസ്ഥയാണ് മിക്കവാറും. കുറച്ച് പഠിക്കും, പിന്നെ നേരെ നമ്മൾ പിന്നെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകും. പിന്നെ നമ്മൾ എങ്ങനെ എന്ത് ചെയ്യും? പിന്നെ പരീക്ഷ അടുപ്പിച്ചൊന്നുകൂടെ നോക്കും. അപ്പോഴേക്കും നമുക്ക് പലതും വിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ എഫക്റ്റീവ് റിവിഷൻ സ്ട്രാറ്റജിയും അതേപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇതിന്റെ കൂടെ ഇങ്ങനെ പോയില്ലെങ്കിൽ സംഭവത്തിലേക്ക് എത്താൻ പറ്റുന്നതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ചുള്ള ഒരു പ്രിപ്പറേഷൻ വേണം എന്നാണ് എനിക്ക്. നമ്മൾ വിചാരിച്ചാൽ ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമ്മളിങ്ങനെ പോയി വീണ്ടും ചെയ്ത് ആകുമ്പോഴേ തന്നെയാണ് ഇത് കിട്ടുള്ളൂ. 1% എത്തണം, ആളിന്റെ ലെവലിൽ 1% എത്തണം. അതിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ശരിക്കും പ്രിപ്പയർ ചെയ്യണം. അതിന് നിങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ടീമുകൾ ഉണ്ടാവും. നിങ്ങൾ കൂടെ നിൽക്കുക, പരീക്ഷക്ക് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. ഇന്ന് തന്നെ ഈ വോയിസ് കേൾക്കുമ്പോൾ വീഡിയോകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സിലബസ് പ്രിന്റ് ചെയ്ത് നിങ്ങൾ മുന്നിൽ വെച്ചിട്ട് ഓരോ അതിൽ അറിയുന്ന ടോപ്പിക്കുകളൊക്കെ കട്ട് ചെയ്തിട്ട് അല്ലാത്ത ടോപ്പിക്കിലേക്ക് അറിയാത്തതിലേക്ക് വേഗം പോയി ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ട് അറ്റ്ലീസ്റ്റ് പരീക്ഷക്ക് ഒരു മാസം മുമ്പ് പരീക്ഷ വരുന്നത് ഇപ്പൊ അടുത്ത ജൂണിൽ വരുന്ന സങ്കല്പിക്കാം. അപ്പൊ ജൂണിന് തൊട്ട് ഒരു മാസം മുമ്പെങ്കിലും ഒരു 3 സെറ്റ് ക്വസ്റ്റ്യൻ കൂടെ സോൾവ് ചെയ്യും എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം പോകാൻ. ഓക്കെ, ഇപ്പൊ UGC അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും ചില കുട്ടികൾക്ക്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ക്വറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലാണ് UGCയെ കോൺടാക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ എല്ലാവർക്കും നല്ല ഒരു പരീക്ഷ ദിനം നേരുന്നു. നമുക്ക് നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റട്ടെ. അതേപോലെ പ്രിപ്പറേഷന്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കറക്റ്റ് റിവിഷൻ നടത്തി എന്നുള്ളതും കറക്റ്റ് അതനുസരിച്ച് പിന്നെ സിലബസ് അനുസരിച്ച് നോട്ട് ഉണ്ടാക്കി എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇതിലേക്ക് പോകാൻ. വെറുതെ നമ്മൾ ഏതെങ്കിലും ബുക്ക് വാങ്ങി അതങ്ങനെ ഇരുന്ന് വായിച്ച് പോവല്ല വേണ്ടത്. സിലബസ് അനുസരിച്ച് നമ്മൾ ഓർഡറിൽ പോയി എന്ന് ഉറപ്പിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യും. സിലബസിന് പുറത്തേക്ക് പോവുകയേ ചെയ്യും. എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കും. അപ്പം അതിൽ കുറേ ഡാറ്റകൾ അറിയാത്തുണ്ട്. ആ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അതിന്റെ അഡീഷണൽ നോട്ട് അതാത് ഏരിയയിൽ ഫില്ല് ചെയ്തിട്ട് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ പോകണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാ ആശംസിക്കുന്നു. താങ്ക് യു.